നമസ്കാരം. നാവിൽ രുചി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ നാവിൽ രുചി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് പ്രശസ്ത പാചക രത്നമായിട്ടുള്ള രത്നവല്ലി മാഡമാണ്. നമസ്കാരം മാഡം. നമസ്കാരം. മാഡത്തിന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നത് എന്താണ്? വഴക്ക്. നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന വഴക്കാന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയാം. അതല്ല, എന്ത് വിഭവമാണ് പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നത്? കഴിഞ്ഞ എപ്പിസോഡിൽ ഞാനിവിടെ ചെയ്തതെന്ന് പറയുന്നത് ബീഫ് ഉലർത്തിയതാണല്ലോ. അതെ. അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് ഇന്ന് കാണിക്കുന്നത് ബീഫ് മലർത്തിയത്. ബീഫ് മലർത്തുവോ? അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് ഞാൻ ആദ്യം തന്നെ പറയാം. എന്ന് വെച്ചാൽ അതുണ്ടാക്കാനുള്ള സാധനം എന്താന്ന് പറയാമെന്ന്. പലവ്യഞ്ജനം. ഈ ബീഫ് മലർത്തിയത് ഉണ്ടാക്കാൻ അത്യാവശ്യം വേണ്ട സാധനം എന്താണെന്ന് പറഞ്ഞാൽ ബീഫാണ്. അതും മലർത്തിയിട്ട് കശാപ്പ് ചെയ്ത പോത്തിന്റെ ബീഫ് പീസ് ആവുമ്പോ ഏറ്റവും നന്ന്. ടേസ്റ്റ് കൂടുമായിരിക്കും. പിന്നെ ഈ ബീഫ് പീസ് 1 കിലോ, അതിൽ 1/2 കിലോ മാറ്റി വെക്കുക. അതെന്തിനാ 1/2 കിലോ എടുത്ത് മാറ്റി വെക്കുന്നത്? അല്ല, ഇത് ഉണ്ടാക്കിയിട്ട് ഒത്തില്ലെങ്കിൽ 1/2 കിലോ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പോഴും നമുക്ക് 1/2 കിലോ ലാഭമാണ്. പിന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്? എന്തുവാ? പലവ്യഞ്ജനം. അടുത്തതായി സവാള വട്ടത്തിലരിഞ്ഞത് 1/2 കപ്പ്, പച്ചമുളക് വളയാത്തത് 10 എണ്ണം, വെളുത്തുള്ളി ആവശ്യത്തിന്, ചുവന്നുള്ളി അനാവശ്യത്തിന്. ഇനി അഥവാ ചുവന്നുള്ളി കിട്ടിയില്ലെങ്കിൽ വെളുത്തുള്ളിയിൽ അല്പം ചുവന്ന കളർ അടിച്ചാലും മതി. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കടുക് ഇതിനകത്തൊരു പ്രധാന ഘടകമാണ്. കടുക് എടുക്കുമ്പോൾ നല്ല ഉരുണ്ട കടുക് തന്നെ എടുക്കുക, അതും കറുത്ത കടുകാണെങ്കിൽ നന്ന്. പിന്നെ മുളക് ചതച്ചത്, മല്ലി വിതച്ചത്, ഉപ്പ് രുചിച്ചത്, എണ്ണ പതച്ചത്, വെള്ളം അരിച്ചത്. ചേച്ചി ഇപ്പൊ കതച്ചല്ലോ. ഇതിനാവശ്യമുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ റെഡിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തുവാ? പലവ്യഞ്ജനെല്ലാം നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പൊ ഇനി നമ്മൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? തയ്യാറാക്കുന്ന വിധം ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഇത്തിരി അങ്ങോട്ട് മാറിയിരിക്കും, അല്ലെങ്കിൽ എന്റെ വിധം മാറുവേ. ആദ്യമായി മലർത്തിയിട്ട് കശാപ്പ് ചെയ്ത പോത്തിന്റെ ബീഫ് എടുത്തിട്ട് മേശപ്പുറത്ത് ഇങ്ങനെ മലർത്തിയിടുക. എന്നിട്ട് ഒരു കത്തി എടുത്തിട്ട് ഇങ്ങനെ അച്ചരം പുച്ചറം ഇങ്ങനെ കണ്ടിക്കുക. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇടുക. ഇനി സവാള വട്ടത്തിലരിഞ്ഞത് 1/2 കപ്പ്, പച്ചമുളക് വളയാത്തതെടുത്ത് വളച്ചിട്ട് അരിഞ്ഞത്. ഈ മുളക് വളഞ്ഞില്ലെങ്കിൽ ഞാൻ വളച്ചോട്ടെ? മുളക് ഇവിടെ വളയില്ല മോനെ. പിന്നെ വെളുത്തുള്ളി, ഉള്ളി, ഉപ്പ്, എന്തിനേറെ പറയുന്നു, ഇതെല്ലാം കൂടെ വാരിയെടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് ഈ വലത്തെ കൈ കൊണ്ട് പ്ലാഞ്ചി എന്നിട്ട് ഈ കൈ കഴിക്കുമ്പോ ഇടത്തെ കൈ കൊണ്ട് പ്ലാഞ്ചി പിന്നെ 2 കൈയും കൊണ്ട് പ്ലാഞ്ചി. മാഡം, അല്ല ഇത് ബീഫ് മലർത്തിയതോ പ്ലാൻ ചെയ്തോ? ബീഫ് മലർത്തിയത്. എന്നാ പ്ലാൻ ചെയ്ത് മതി. ഓക്കെ, എന്നാ നമുക്ക് ഇത് വേവാനായിട്ട് അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് ഒരു പാത്രം എടുത്ത് മൂടുക. ഇത് വേവാൻ 1/2 മണിക്കൂർ എടുക്കും. ആ സമയത്ത് ഞാൻ നിങ്ങൾക്കായി 2 ടിപ്സ് പറഞ്ഞുതരാം. പഞ്ചസാരയിൽ ഉറുമ്പരിക്കാതിരിക്കാനുള്ള 2 ടിപ്സ് ആണ്. ആദ്യത്തെ ടിപ്സ്, പഞ്ചസാരയിൽ ഉറുമ്പ് കയറാതിരിക്കാൻ അല്പം ഉറുമ്പ് പൊടിയെടുത്ത് ഈ പഞ്ചസാരയിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പൊ ഉറുമ്പ് ആ പ്രദേശത്തേക്കേ വരില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ നേരത്ത് ഈ പഞ്ചസാര നന്നായി കഴുകിയതിനു ശേഷം ഉപയോഗിക്കുക. ഇനി രണ്ടാമത്തെ ടിപ്സ്, പഞ്ചസാര പാത്രത്തിന് പുറത്ത് ഉപ്പുപൊടി എന്ന് എഴുതി വെക്കുക. അപ്പോൾ ഉറുമ്പ് വന്ന് വായിച്ചു നോക്കുമ്പോൾ ഉപ്പാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ തിരിച്ചു പോയിക്കോളും. ഇനി അടുത്തതായി കാച്ചിയ പപ്പടം തണുത്തു പോകാതിരിക്കാനുള്ള ടിപ്സ് ആണ്. ഈ കാച്ചിയ പപ്പടം തണുത്തു പോകാതിരിക്കാൻ ഈ പപ്പടത്തെ നോക്കി നമ്മൾ എപ്പോഴും ചൂടായിക്കൊണ്ടിരിക്കണം. അങ്ങനെ എത്ര നാൾ ഈ പപ്പടം ചൂടായി തന്നെ ഇരിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ അത്രയും നാളും ഈ പപ്പടം ചൂടായി തന്നെ ഇരിക്കും. അപ്പൊ നമ്മുടെ ടിപ്സ് കഴിഞ്ഞു. ഇപ്പൊ 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ബീഫ് മലർത്തിയത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വന്നു തുടങ്ങി. ശരിയാ, നല്ല മണം വന്നിട്ടുണ്ട്. നമുക്കിനി ഈ മൂടി ഒന്ന് തുറന്നു നോക്കാം. ഇതാ, അല്പം ടേസ്റ്റ് ചെയ്ത് നോക്കൂ. അടിപൊളി. പക്ഷെ ഒരു ചെറിയ കുറവുണ്ട്. അതും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ രുചിയായേനെ. എന്ത് ചെറിയ കുറവ്? ചെറിയ കുറവുണ്ടായിട്ട് പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അല്ല, എന്തായിരുന്നു ചെറിയ കുറവ്? ഞാനേ ഈ സ്റ്റൗ കത്തിക്കാൻ മറന്നുപോയി. അപ്പോ ഈ ബീഫ് മലർത്തിയത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്യുക. ഇനി അടുത്ത വിഭവം എന്ന് പറയുന്നത് ഒരു സ്പാനിഷ് വിഭവമാണ്. അത് കഴിക്കാനുള്ളതല്ല, ആസ്വദിക്കാനുള്ളതാണ്. ഒരു സ്പാനിഷ് ഡാൻസ്. उड़ी
കാർണിവലിൽ നടക്കാൻ പോകുന്നത് ഏവരെയും കണ്ണഞ്ചിപ്പിക്കുന്ന ത്രസിപ്പിക്കുന്ന ഒരു ഹോളിവുഡ് ഡാൻസ് ആണ്. കാണുക, കണ്ടാസ്വദിക്കുക. ഇന്ന് വരെ നമ്മുടെ ചരിത്രത്തിൽ ഒരു കാർണിവലിലും കാണാത്ത അത്ഭുതപ്പെടുത്തുന്ന വിസ്മയപ്പെടുത്തുന്ന ഹോളിവുഡ് ഡാൻസ് കാണുന്നതിന് വേണ്ടി ഏവരെയും സ്വാഗതം ചെയ്യുന്നു. नचले नचले जरा नचले नचले छत पे बुला के नचले झनक 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 ഡാൻസ് കളിക്കാം. എന്താ പ്രശ്നം? അല്ല, വേറെ പ്രശ്നം വേറെ ഒന്നുമല്ല. ഞങ്ങൾക്ക് ഈ കാർണിവലിനകത്തൊരു ഡാൻസ് കളിക്കണം. എന്റെ പൊന്നു സുഹൃത്തെ, നല്ല ഒന്നാന്തരമായിട്ട് നടന്നു പോകുന്ന ഒരു കാർണിവൽ, അത് അലമ്പാക്കരുത്. അല്ല, അങ്ങനെയൊന്നും പറഞ്ഞ പോലെ ഞങ്ങൾ നാട്ടുകാർക്ക് ഒരു ഡാൻസ് കളിക്കാൻ കുഴപ്പമെന്താ? അല്ല, ഈ വേഷത്തിൽ നിങ്ങൾ ഡാൻസ് കളിക്കാൻ പോകണോ? അയ്യോ, ഈ വേഷത്തിന് എന്താ കുഴപ്പം? ഈ വേഷത്തിന് ഒരു കുഴപ്പമില്ല. ഈ വേഷത്തിൽ ഒരു കിടിലൻ ഡാൻസ് കളിച്ച് കാണിച്ചു തരാം. മുഖം പോട്ടെ മാറിക്കൊടന്ത് കപത്തില് മാറ്റി പൊടിച്ച് പിസ്താസ് മാക്കിറാസോ മാറി ജമാക്കിറായ പിസ്താസ് മാക്കിറാസോ മാറി ജമാക്കിറായ ഡമാലേ ഡമാ 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 ഡമാലേ ഡമാ ഡനക്കന കന ഡേ ഡേ ഡസ്കന കന ഡേ ഡേ ഡണ്ടനക ഡനകനക ഡേ 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 മുഖം ലോട്ടെ ലാട്ടി മരുന്ന് കണക്കിന് വാശി എടുത്ത് പിസ്താസ് മാക്കിറാസോ മാറി ജമാക്കിറായ പിസ്താസ് മാക്കിറാസോ മാറി ജമാക്കിറായ സുറുക്കറിക്ക മുഖം പോട്ടെ മാറിക്കൊടന്ത് കപത്തില് മാറ്റി പൊടിച്ച് പിസ്താസ് മാക്കിറാസോ മാറി ജമാക്കിറായ പിസ്താസ് മാക്കിറാസോ മാറി ജമാക്കിറായ ഡമാലേ ഡമാ 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 ഡമാലേ ഡമാ ഡനകിന കന ഡേ ഡേ ഡസ്കിന കന ഡേ ഡേ ഡണ്ടനക ഡനകനക ഡേ 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 ന്യൂ ഇയർ ആകാറായി. പോയേ മതി. നമസ്കാരം. കാലിക്കറ്റ് കാർണിവൽ ന്യൂസ് തുടരുന്നു. നമ്മുടെ റിപ്പോർട്ടറുമായി നമുക്ക് ഒരിക്കൽ കൂടി ബന്ധപ്പെടാം. സജീഷ് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. എത്രത്തോളമായി അവിടുത്തെ കാർണിവൽ ആഘോഷങ്ങൾ? കാർണിവലിന്റെ ആഘോഷങ്ങൾ വളരെ ഗംഭീരമായി തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സുകേഷ്. പക്ഷേ സജീഷ് നാരായണൻ, ഇനി ന്യൂ ഇയർ ആകുവാൻ നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. എന്തൊക്കെ ന്യൂ ഇയർ ആഘോഷങ്ങളാണ് അവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്? സുകേഷ്, വളരെ വർണ്ണ മനോഹരമായി, അതായത് കണ്ണഞ്ചിപ്പിക്കുന്ന കലാപരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കലാപരിപാടികൾ ആരംഭിക്കാൻ പോവുകയാണ്. കാലിക്കറ്റ് കാർണിവലിന്റെ പേരിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേർന്നുകൊള്ളുന്നു. നമുക്ക് ഈ ആഘോഷത്തിൽ പങ്കുചേരാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. डांस
ना देगा चिकनी चमेली देखी चिकना कमीना देखा चांदनी चिडर होके चीट किया तो सारे तारे बोले गिली गिली अक्खा इस पे भूत कोई चढ़ा है ठहरना जाने ना अब तो क्या बुरा क्या भला है फर्क पहचानना जिद पकड़ के खड़ा है कम वक्त छोड़ना जाने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने ना छोड़ना जाने ना बदतमीज दिल बदतमीज दिल बदतमीज दिल माने 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 ना